പത്തരമാരിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നയനെ ഇങ്ങനെ പുറത്ത് പോകാനെ കൊണ്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കാം. അപ്പോഴത്തേക്കിന് ആദർശ് പുറത്ത് പോയിട്ട് വരുന്ന കയ്യിലൊരു കവറൊക്കെ ഉണ്ട്. അപ്പം ആദർശ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് നയനയ്ക്ക് വേണ്ടി ഒരു സാരിയൊക്കെ വാങ്ങിക്കൊണ്ട് വരിക. എന്നിട്ട് സാരി നയനയ്ക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ സാരി വാങ്ങി നയനെ നോക്കിയിട്ട് നയനയോട് ചോദിക്കും, കളർ ഇഷ്ടമായോ എന്ന് ചോദിക്കും. കളറൊക്കെ ഇഷ്ടമായി, അപ്പോൾ എൻ്റെ കൂടെ നീ പുറത്ത് വരുമല്ലേ, അപ്പം ഞാൻ വാങ്ങിത്തന്ന സാരി കൊടുത്ത് നീ എൻ്റെ കൂടെ പുറത്ത് വന്നാൽ മതിയെന്ന് ആദർശ് പറയുന്നു. അപ്പോൾ നയന ചോദിക്കും, നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന്. അപ്പോൾ ആദർശ് പറയും, റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ, ജീവിതം തന്നെ വ്യക്തമില്ലാതെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക, അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയും. അപ്പോൾ ആദർശനോട് നയന പറയും, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിന്ന് തീരുമാനങ്ങൾ എടുത്താൽ ജീവിതത്തിനൊരു വ്യക്തതയൊക്കെ വരും എന്ന് പറയുന്നു. എങ്കിൽ പിന്നെ തീരുമാനങ്ങളൊക്കെ എടുത്ത് തുടങ്ങിക്കോ എന്ന് പറയുന്നു. ഒന്നാമതെ നിൻ്റെ ഏട്ടത്തേക്ക് വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് ആദർശ് പറയുന്നു. ഇത്രയും പറഞ്ഞിട്ട് ആദർശം അങ്ങ് നടന്നു നീങ്ങും. അപ്പം ഇതുപോലെ നയന മനസ്സിൽ വിചാരിക്കുക, ഇനിയിപ്പോൾ ശാന്തി മുഹൂർത്തം ഒന്നും ഇതുവരെ നടന്നിട്ടില്ല, അതിനെപ്പറ്റി എങ്ങാണോ ആദർശേട്ടൻ ആലോചിക്കുകയോ വല്ല ആണോ. എന്തായാലും നല്ല ഭംഗിയുള്ള സാരി. അതിനുശേഷം കാണുന്നത് അനിയുടെ കവിത ഇരുന്ന് മുത്തശ്ശി വായിക്കുക. അപ്പം മുത്തശ്ശി വായിച്ച് നോക്കിയിട്ട് പറയും, ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയും. അതായത് നമ്മുടെ പ്രകൃതി ഇങ്ങനെ ഓരോരുത്തർ ചൂഷണം ചെയ്യുമല്ലേ മുത്തശ്ശി, അതിനെപ്പറ്റി ഞാനൊരു കവിത എഴുതിയതാണെന്ന് പറയുന്നു. അതേ മോനെ, നമ്മുടെ ഈ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവർ രണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തേക്ക് നവ്യ നടന്നു വരും. അനിയുടെ കവിത ഇങ്ങനെ മാഗസീനിലൊക്കെ അച്ചടിച്ച് വന്നല്ലേ, ഞാൻ വായിച്ചായിരുന്നു, പക്ഷേ അതിനൊട്ടും നിലവാരം പോരാ എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് അനി പറയും, നിലവാരം ഇല്ലാത്തവർ വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് അവിടേക്ക് വരും. ആദർശ് വന്നിട്ട് പറയും, ഞാനും അതിനിവിടെ പുറത്തേക്കൊന്ന് പോവുകയാണ്. അപ്പം മുത്തശ്ശി പറയും, നീ എന്തിനാ അത് എന്നോട് വന്ന് പറയുന്നത്, നിനക്ക് നിൻ്റെ ഭാര്യയും കൊണ്ട് പുറത്ത് പോയിക്കൂടെ. പുറത്തു പോവുക മാത്രമല്ല, പാർക്കിലും ബീച്ചിലും സിനിമയ്ക്കും ഫുഡും ഒക്കെ കഴിക്കാൻ പോകണം, അതിനുള്ള അവകാശവും ഉണ്ട് എന്ന് അനി പറയും. പക്ഷേ അതൊന്നും ചെയ്യാത്ത ചേട്ടനെ പറ്റി ഞാനൊരു കവിത എഴുതുന്നുണ്ട്, എന്നിട്ട് ഞാൻ ആ കവിതയ്ക്ക് ഒരു പേരിടും, മൂടനായ ഭർത്താവ്. അതെ, നിൻ്റെ ഏട്ടത്തിയമ്മ വന്നതിന് ശേഷം ഞാൻ നിനക്ക് ഒരു മൂടനാണ് എന്ന് ആദർശ് തിരിച്ച് അനിയോട് പറയുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് അനി തിരിച്ചു പറയും, ഏട്ടത്തിയുടെ കാര്യത്തിൽ ആദർശേട്ടൻ മൂടനല്ല, ഒരു മണ്ടനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയും, നീ സമയം കളയാതെ മോളെയും കൊണ്ട് പുറത്ത് പോകാൻ നോക്കുക എന്ന് പറയുന്നു. ആദർശ് എന്നിട്ട് അകത്തേക്കങ്ങ് പോവുക. അപ്പോൾ ആദർശ് പോയി കഴിയുമ്പം അനി പറയും, എന്തായാലും ഏട്ടന് നല്ല മാറ്റമുണ്ട്, ഏട്ടത്തിയെ ഏട്ടൻ സ്നേഹിച്ച് തുടങ്ങി എന്ന് പറയുന്നു. മുത്തശ്ശി അത് കേട്ട് പറഞ്ഞു, അത് പിന്നെ നയനമോളെ ആർക്കാ ഇഷ്ടപ്പെടാത്ത, ആരാ സ്നേഹിക്കാത്തത് എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നവ്യ അവിടെ നിൽപ്പുണ്ട്. നവ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അതെ സ്നേഹിച്ചു പോകും, നോക്കിക്കോ അവിടെ സ്നേഹം ഞാൻ തല്ലിക്കെടുത്തു, അവളുടെ സ്നേഹം എനിക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അസൂയാണ് അവൾക്ക് എന്നോട്. തുടർന്ന് കാണിക്കുന്നത് നയന ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ആദർശ് വരും. എന്നിട്ട് മുല്ലപ്പൂ എടുത്ത് പതിയെ നയനയുടെ തലയിൽ ചൂടി കൊടുക്കും. എന്നിട്ട് ആദർശ് പറയും, പെൺകുട്ടികൾ മുല്ലപ്പൂ ചൂടുമ്പോൾ നല്ല വാസനയാണ്, അത് ഏത് വലിയ പെർഫ്യൂമിനെക്കാട്ടിലും നല്ല ഭംഗിയുള്ള മണമാണ് എന്നിങ്ങനെ ആദർശ് പറയുകയാണ് നയനയോട്. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിന്ന് ഇങ്ങനെ കണ്ണിൽ നോക്കി നിൽക്കും. ആദർശ് പതിയെ നയനയുടെ തോളിൽ കൈ എടുത്ത് വെക്കും. കൈ എടുത്ത് വെച്ചിട്ട് നയനയെ നെഞ്ചോട് ചേർത്താൻ കെട്ടിപ്പിടിക്കും. രണ്ടുപേരും കുറച്ച് നേരത്തേക്ക് നിശബ്ദമായിട്ട് ഇങ്ങനെ നിൽക്കും. അവർ രണ്ടുപേരും അവരുടെ ലോകത്ത് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് നയനയ്ക്ക് ബോധം വരുന്നത്. അപ്പോൾ നയന പറയും, അയ്യേ എന്തായി കാണിക്കുന്നത്, ഡോറൊക്കെ അടയ്ക്കാതെ തുറന്നിട്ടിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ ആദർശ് പറയും, അത് ഞാൻ ഓർത്തില്ല, ഞാൻ ഓർക്കണം, അല്ലെങ്കിൽ തന്നെ ഇളയമയൊക്കെ കളിയാക്കുക നമ്മളെ. അത് ഒരു കാര്യം പ്രത്യേകമുണ്ട്, നമ്മൾ പുറത്ത് പോകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാകുമെന്ന് നയനൻ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയും, അമ്മയുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പറ്റില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരണ്ടേ, എങ്കിൽ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ആദർശ് നയനോട് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ പ്ലാനില്ല, നമുക്ക് കാറിൽ ഇരുന്നിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ആലോചിക്കണമെന്ന് വെച്ചാൽ ചെയ്യാം. നയന പറയാം, എനിക്കും ഇങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല, ആദർശേട്ടൻ എന്ത് തീരുമാനിക്കും അത് നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എവിടേക്ക് വിളിച്ചാലും നീ വരുമോ എന്ന് ചോദിക്കും. അപ്പം ഈ താലി കഴുത്തിലുള്ളത്തോളം കാലം ആദർശേട്ടൻ എവിടെ വേണമെന്ന് പറഞ്ഞാലും ഞാൻ വരും, അത് മരണത്തിലേക്കാണെങ്കിൽ പോലും. തുടർന്ന് കാണിക്കുന്നത് നവ്യ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഹാളിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുക. കല്യാണത്തിന് മുമ്പേ എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു, അതെല്ലാം കരിച്ചു കളഞ്ഞ് ഇവിടെയുള്ളവർ. എന്നിട്ട് അവൾ ഭർത്താവിനൊപ്പം ചുറ്റിക്കറങ്ങാൻ പോകുന്നു. ആ സമയത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകെ കൂടി ഇങ്ങനെ ദേവയാനി നടന്നു വരും. ദേവയാനി നടന്നു വരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് ചെവി വെച്ചിട്ട് അഭിയെ വിളിക്കുന്ന പോലെ അഭിനയിക്കും നവ്യ. നീ ഇങ്ങനെ കറങ്ങി നടന്നു, ഇവിടെ ആണെങ്കിൽ ഭാര്യ ഭർത്താവിനെയും കൊണ്ട് പുറത്തൊക്കെ കറങ്ങാൻ പോവാം,
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും അമ്മയെ മോൻ ചവിട്ടി മനസ്സിൽ നിന്ന് പുറത്താക്കും. നിനക്കാണെങ്കിൽ ഒട്ടും സ്നേഹമില്ലല്ലോ. ഇതെല്ലാം ദേവയാനിയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ അഭിനയിക്കുകയാണ് നവ്യ. എന്നിട്ട് ഇതൊക്കെ കേട്ട് ദേവയാനി കലിച്ചങ്ങ് നടന്നു പോകുന്നു. ശേഷം ഇതുപോലെ രണ്ടുപേരും കാറിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ദേവയാനി മുകളിൽ നിൽപ്പുണ്ട്. ഇങ്ങനെ ആദർശ് ഇങ്ങനെ കാറിലോട്ട് കയറാൻ നേരത്ത് പറയും ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചോ. അതിനും പറയും എങ്ങനെയാണ് ഇതുപോലെ സമയം കിട്ടണ്ടേ, എങ്കിൽ പിന്നെ നിനക്ക് നല്ലൊരു മാഷിനെ ഞാൻ റെഡിയാക്കാമെന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ രണ്ടുപേരും പോകുമ്പോൾ എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നു. അപ്പം നയന പറയും അതിന് അമ്മ സമ്മതിക്കുമോ, അമ്മ എൻ്റെ കൂടെ വരുമോ, നീ അത് പേടിക്കേണ്ട, അതൊക്കെ വരുന്ന ഒരു സമയം വരുമെന്ന് ആദർശ് പറയുന്നു. ഇത് മുകളിൽ നിന്ന് ദേവയാനി കേൾക്കുന്നുണ്ട്. ശേഷം അവർ രണ്ടുപേരും കാറിൽ പോകുന്നതാണ് കാണാൻ പറ്റുന്നത്. അപ്പം ആദർശ് പറയും കാറിൽ നല്ല പൂവിൻ്റെ മണമെന്ന് പറയും. അതായത് ഞാൻ തലയിൽ വെച്ചേക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് മണമില്ല എന്ന് പറയുന്നു. ശേഷം പറയും അമ്മയോട് പറയാതെയാണ് നമ്മൾ വന്നത്, അമ്മ ദേഷ്യപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല, പ്ലാൻ ചെയ്ത്. അപ്പോൾ പറയുന്നുണ്ട് ഇതുപോലെ നയന പറയും നമുക്ക് സിനിമയ്ക്കൊന്നും പോകണ്ട, നമുക്ക് ആ സിനിമയ്ക്ക് പോകുന്ന സമയം വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്താലോ എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് ഇതുപോലെ എനിക്ക് എന്തായാലും ഭയങ്കര പേടിയായിരുന്നു ആദർശേട്ടൻ, ഞാൻ ഈ ജ്വല്ലറി ഡിസൈനിങ്ങിനും അതുപോലെ തന്നെ കമ്പനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊക്കെ ആദർശേട്ടൻ എന്നോട് പിണങ്ങുമോ എന്നുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ പറയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ മാറി. നിൻ്റെ ഗതികേട് കൊണ്ടാണല്ലോ നീ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുന്നു. എന്തായാലും ഞാനും അതിനകത്തിലൊരു കുറ്റക്കാരനാണ്. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് രണ്ടുപേരും റെസ്റ്റോറൻറ്റിൽ ഒരു ഐസ്ക്രീം പാർലറിൽ ഇരുന്ന് ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക, ജ്യൂസല്ല ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും കൂടുതലൊന്നും കഴിക്കാൻ നിൽക്കണ്ട, ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിച്ചാൽ തന്നെ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വരുമെന്ന് നയന പറയുന്നു. എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല എന്ന് പറയുന്നു. എന്നിട്ട് മതി തണുപ്പ് കുടിച്ചതെന്നും പറഞ്ഞ് ആദർശിൻ്റെ തട്ടിപ്പറിക്കുന്ന നയന ഞാൻ നിർത്തുകയാണ് എന്നും പറഞ്ഞ് രണ്ടുപേരും നിർത്തുന്നു. തുടർന്ന് അവർ രണ്ടുപേരും ഒരുമിച്ച് സെൽഫി എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് 2-2.5 മണിക്കൂർ അകത്തൊക്കെ പോയിരുന്ന ഒരു സിനിമയൊക്കെ കണ്ട് പതിയെ വെളിയിലിറങ്ങി ബീച്ചിലൊക്കെ പോയി AC-യുടെ വെയിലൊക്കെ അടങ്ങുമ്പോൾ നമുക്ക് പതിയെ ബീച്ചിലൊക്കെ പോയിട്ട് പുറത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. ഞാൻ ഇളയമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഫുഡ് വേണ്ട എന്നുള്ളത്. അപ്പം നയന ചോദിക്കും അമ്മ ഇതിനൊക്കെ സമ്മതിക്കുമോ എന്ന് പറയും. എന്തായാലും ഇന്നത്തെ ദിവസം നിനക്ക് വേണ്ടിയുള്ളതാണ്, അത് എന്ത് പറഞ്ഞാലും മാറ്റാൻ പോകുന്നില്ല, ഇന്നത്തെ ദിവസത്തിൻ്റെ ഫുൾ സമയം നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ഞാനെന്ന് ആദർശ് പറയുന്നു. അതിനുശേഷം കാണുന്നത് എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുന്നതായിട്ടാണ്. അപ്പോൾ അവർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ജലജ ഇങ്ങനെ ഹാളിലിരിപ്പുണ്ട്. ഹാളിലിരിക്കുന്ന ജലജ ഇങ്ങനെ കളിച്ചിരിക്കുക. രണ്ടുപേരും കറക്കവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദർശ് പറഞ്ഞു അതെ ഇവൾക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പുറത്ത് പോയതാണ്. ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ നീ ഏട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ, രാവിലെയെങ്ങാണ്ട് ഏതാണ്ട് കഴിച്ചതാണ്, നീ പോയതിന് ശേഷം വൈകിട്ട് ഇതുവരെ ഏട്ടത്തിയൊന്നും കഴിച്ചിട്ടില്ല, ഒന്നാമത് പലവിധ അസുഖങ്ങളുള്ളതാണ്, നിങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ കറങ്ങി കിടന്നോ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നു. നിനക്ക് ഇവളെ സന്തോഷിപ്പിച്ച് മാത്രം നടന്നാൽ മതിയല്ലോ, അമ്മ അങ്ങനെ പിണങ്ങേണ്ട വഴിയൊന്നും ഇല്ലല്ലോ, അമ്മ ഇവക്ക് ജോലി കൊടുക്കാനൊക്കെ എന്നോട് പറഞ്ഞതാണല്ലോ, അത് ചിലപ്പോൾ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, അല്ലാതെ ഏട്ടത്തി ഇവളെ അംഗീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയും അങ്ങനെ വരാൻ വഴിയില്ല, ഒരുപക്ഷെ അമ്മ ആദർശ് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒഴിയഴിവ് മാറിപ്പോകുന്നു. ഇത്രയും പറഞ്ഞിട്ട് ജലജ കലിച്ചങ്ങ് പോവാം. അപ്പോൾ ആദർശ് പറയും എന്തെങ്കിലും കുത്തിത്തിരിപ്പ് പറഞ്ഞ് അമ്മയെ പിണക്കിയത് ഇവർ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു. തുടർന്ന് ആദർശും ഇതുപോലെ തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ആദർശ് ദേവയാനിയുടെ അടുത്തേക്ക് വരുന്ന ദേവയാനി ഇങ്ങനെ ഇതുപോലെ സോഫയിൽ കിടക്കുന്നു. അപ്പോൾ ആദർശ് വന്നിട്ട് അമ്മയ്ക്ക് എന്ത് പറ്റി, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോഴും ദേവയാനി ഒന്നും മിണ്ടുന്നില്ല. ദേവയാനി ഇങ്ങനെ കളിച്ചിരിക്കുക. ദേവയാനി ഇങ്ങനെ കയ്യിലേക്ക് തൊടുന്നു തന്നെ പറയാം എൻ്റെ ദേഹത്തൊന്നും തൊടുകയൊന്നും വേണ്ട നീ എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റുന്നു. അതിനുശേഷം ആദർശിനോട് മിണ്ടാതെ തന്നെ ദേവയാനി അങ്ങ് അവിടെ നിന്ന് എണീറ്റ് പോവുക. അപ്പം ഇത് കഴിഞ്ഞിട്ട് ആദർശ് ബെഡ്റൂമിലേക്ക് വരിക. അപ്പം നയനയാണെന്നുണ്ടെങ്കിൽ ബെഡൊക്കെ ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അപ്പം പറയുന്നുണ്ട് അമ്മ എന്നോട് മിണ്ടുന്നില്ല, അമ്മയ്ക്ക് എന്താ പറ്റിയെന്നറിയില്ല, നമ്മൾ പുറത്ത് പോയത് ഇഷ്ടമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഇതുപോലെ ആദർശ് പറയുന്നു. അപ്പം നയനയും പറയും അതാകും സാധ്യതയെന്ന് പറയുന്നു. അപ്പം ഞാനൊന്ന് പോയി നോക്കിയാലോ എന്ന് നയന ചോദിക്കും. അപ്പോൾ പറയും ഞാൻ തന്നെ എന്നിട്ട് മിണ്ടുന്നില്ല, ദേഷ്യമാണ്, അപ്പം നീ ചെന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയുന്നു. ഓക്കെ, ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറയണമെന്നറിയാതെ നയന വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്ന് ഇതുപോലുള്ള എപ്പിസോഡ് കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.